ആ ഒരു നേർക്കാഴ്ചയ്ക്ക് വി എസ് ടി പിയെ ക്ഷണിച്ചിരുന്നു. ഞാൻ സാക്ഷിയാണ്. ആലുവ ഗസ്റ്റ് ഹൗസിൽ ടി പിക്ക് എതിരെ ഭീകരമായിട്ടുള്ള വധഭീഷണിയും അതുപോലെ തന്നെയുള്ള ഭീഷണികളും നിലനിൽക്കുന്ന ഒരു കാലത്താണ് പി എസ് അത് അറിയുകയും പി എസിന്റെ ടി പിയെ നേരിട്ട് കാണണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ടി പിയോട് ഞാൻ ആലുവ ഉണ്ടാവണം അത് പറയുന്നത് സഖാവ് പി എസ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വളരെ സുസ്മിതത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ സഖാവ് ടി പി, ധീരനായ സഖാവ് ടി പി പറഞ്ഞത്, വി എസ് എ, ഞാൻ ഹെലികോപ്റ്ററിൽ പോയാലും പാർട്ടി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്ന് ധീരനായ കമ്മ്യൂണിസ്റ്റായ ടി പി വി എസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് വല്ലാത്തൊരു പറച്ചിലായിരുന്നു. അതിനുശേഷമാണ് ഈ അത്യാഹിതവും സംഭവിച്ചത്. അത് ടി പി എന്ന കമ്മ്യൂണിസ്റ്റിന് അറിയാമായിരുന്നു. കാരണം ടി പി ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാണ്. ഈ CPIM എന്ന പ്രസ്ഥാനം ഈ പ്രദേശത്തും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ടി പി എന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. ഉൾപ്പെടെയുള്ള സഖാക്കൾ അന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അവരുടെയൊക്കെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, വിലക്കുകൾ മറികടന്നുകൊണ്ട് ഒരു ഏപ്രിൽ 30 സഖാവ് വി എസ് ഇവിടെ എത്തി. ഞാൻ നേർസാക്ഷിയായിരുന്നു ആ പൊതുയോഗത്തിൽ. 10 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചത്. പക്ഷേ രക്തസാക്ഷി ദിനത്തിൽ രാവിലെ 10 മണിക്ക് ഞങ്ങൾക്ക് വി എസിനെത്താൻ കഴിഞ്ഞില്ല. വി എസ് എത്തുമ്പോൾ സമയം 1:25, 1:30 സഖാവ് പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വി എസ് കടന്നു വരുന്നത്. ആ വേദിയിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി വി എസ് വരുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ തിക്കിലും തിരക്കിലും വിട്ട് പിണറായി വിജയൻ മാറിപ്പോവേണ്ടി വന്നു. ആ മുഖം ഇന്നും ഞാൻ ഓർക്കുന്നു. അതിനുശേഷമുണ്ടായ സമൂഹവികാസങ്ങൾ ഇവിടെയുള്ള ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഒരു പക്ഷേ RMPI ഇവിടെ പിറവിയെടുക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് 2012 മെയ് 4 രാത്രി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവ കാറിൽ സഖാവ് ടി പിയെ 52 കഷ്ണങ്ങളാക്കിയത്. അന്ന് രാത്രി ഈ വിവരം അറിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ വി എസിനെ ഉണർത്തിയില്ല. കാരണം വി എസ് മകനെപ്പോലെ വാത്സല്യത്തോടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സഖാവ് ടി പി ഇല്ലാതാവുന്ന കാര്യം വി എസ് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. പുലർച്ചെ എണീറ്റ് വി എസിനെ നടത്താൻ കഴിഞ്ഞിട്ടാണ് ഞാൻ സഖാവ് വി എസിനോട് ടി പിയുടെ വിയോഗ വിവരം അറിയിക്കുന്നത്. ആ മുഖം, വി എസിൻ്റെ ആ മുഖം ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു വി എസിൻ്റെ മുഖത്ത് ഞാൻ ദർശിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊക്കെ വേണുവേട്ടനും രമചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും നേതാക്കളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന പല ആളുകളും വി എസിനെ ടി പിയുടെ ഭൗതിക ശരീരം കാണാൻ വരരുത് എന്ന് ഫോണിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരെല്ലാം വിളിക്കുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു. പക്ഷേ വി എസ് അവരോടൊക്കെ വളരെ ക്ഷുഭിതനായി സംസാരിച്ചു. ഇനിയും പുറത്തു പറയാത്ത കുറേ ആളുകൾ വി എസിനെ വിളിച്ചിട്ട് പറഞ്ഞു ടി പിയുടെ ഭൗതിക ശരീരം കാണാൻ പോരുതെന്ന്. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് വി എസ് അന്ന് മെയ് 5 കോഴിക്കോട് എത്തുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്, വല്ലാത്തൊരു അവസ്ഥയാണ് വി എസിനെ സംബന്ധിച്ചും വ്യക്തിപരമായി കൂടെ വന്ന എന്നെ സംബന്ധിച്ചും. കാരണം ടി പി സംവദിച്ചുകൊണ്ടിരുന്നത് ഏറെ കൂടുതൽ വി എസിനോടായിരുന്നില്ല. കാരണം ടി പി അധികം വി എസിനോട് സംസാരിച്ചിട്ടില്ല. നേരിട്ട് ഫോണിലൂടെ സംസാരിക്കുമ്പോഴൊക്കെ സുരേഷ് പറഞ്ഞാൽ മതി. ഞാൻ അത്രത്തോളം ബഹുമാനവും അത്രത്തോളം സ്നേഹവും അത്രത്തോളം പിതൃവാത്സല്യം ആ ടി പിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോണിൽ സംസാരിക്കാൻ പോലും ടി പിക്ക് വി എസിനോട് ഫോണിൽ സംസാരിക്കാൻ പോലും ഭയഭക്തിയായിരുന്നു എനിക്കറിയാമായിരുന്നു. പല കാര്യങ്ങളും എന്നോടാണ് പറയുക.